പിതാവായ ദൈവത്തിന് മഹത്വവും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് സർവശക്തനാം പരിപാലിച്ച് നയിക്കുന്ന സർവശക്തനായ ദൈവമേ, ഇന്നേ ദിവസം വചനം ശ്രവിക്കുവാനും അങ്ങയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും അങ്ങയുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ പൊൻകരം നീട്ടി അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, 1945 ആഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമയിലാണ് അമേരിക്ക ആദ്യമായി ആറ്റം ബോംബ് വർഷിച്ചത്. ഏകദേശം രാവിലെ 8:15 12.5 കിലോ ടൺ ശേഷിയുള്ള ലിറ്റിൽ ബോയ് എന്ന ഫിഷൻ ബോംബ് ആണ് അവിടെ അമേരിക്ക ഇട്ടത്. ഏകദേശം 10 ചതുരശ്ര കിലോമീറ്റർ കത്തി നശിച്ചു. 78,000-ൽ പരം പേര് തൽക്ഷണം മരിക്കുകയും 1.5 ലക്ഷത്തിലധികം പേർ ആറ്റം ബോംബിന് ഇരയാവുകയും ചെയ്തു. ആ തീമഴ പെയ്ച്ച യുറേനിയം ബോംബ് 10 അടി നീളവും 28 ഇഞ്ച് വീതിയുമൊക്കെയുള്ള ഒരു വലിയ ബോംബായിരുന്നു കേണൽ പോൾ ഡിപ്സ് പറത്തിയ എനോള ഗേ എന്ന അമേരിക്കയുടെ ബോംബർ വിമാനത്തിൽ കൊണ്ട് ഹിരോഷിമയിൽ വർഷിച്ചത്. സഹോദരങ്ങളെ, തുടർന്ന് നാഗസാക്കിയിലും അമേരിക്ക ബോംബ് വർഷിച്ചു. ലക്ഷക്കണക്കിന് വ്യക്തികൾ ആറ്റം ബോംബിന് ഇരയാവുകയും ചെയ്തു. 6 വർഷത്തോളം നീണ്ടുനിന്ന അമേരിക്കയിലെ ഗവേഷണ പരീക്ഷണങ്ങൾക്കൊടുവിലാണ് അവർ 1945 ജൂലൈ 16 പുലർച്ചെ ന്യൂ മെക്സിക്കോയിലെ ജമേസ് പർവ്വതനിരകളിൽ വെച്ച് ആദ്യത്തെ ആറ്റം ബോംബ് പരീക്ഷണം നടത്തിയത്. ഈ ആറ്റം ബോംബ് പരീക്ഷണം നടത്തി 20 ദിവസങ്ങൾക്ക് ശേഷമാണ് ജപ്പാനിലെ ഹിരോഷിമയിൽ അവർ ആറ്റം ബോംബ് വർഷിക്കുന്നത്. സഹോദരങ്ങളെ, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയിൽ E=mc² എന്ന ശാസ്ത്രലോകത്തിൻ്റെ വികലമായ സിദ്ധാന്തത്തിൻ്റെ വികലമായ സൃഷ്ടിയായിരുന്നു ഈ ആറ്റം ബോംബ്. മനുഷ്യനിർമ്മിതമായ ആറ്റം ബോംബ് അനേക ലക്ഷങ്ങളെ നശിപ്പിക്കുവാൻ ഇടയാക്കിയെങ്കിൽ സഹോദരങ്ങളെ, വീണ്ടും ജപ്പാന് ലോകം നൽകിയ സഹതാപത്തിലൂടെ നൽകപ്പെട്ട സഹായ ഹസ്തങ്ങളിലൂടെ ഇന്ന് ജപ്പാനിലെ ഹിരോഷിമയും നാഗസാക്കിയുമൊക്കെ വലിയ പട്ടണങ്ങളായി തല ഉയർത്തി നിൽക്കുകയാണ്. ഞാൻ ഈ ആറ്റം ബോംബിൻ്റെ കാര്യം പറയുന്നത്, ഉൽപ്പത്തി പുസ്തകത്തിൽ 2 ദേശങ്ങൾ ഹിരോഷിമയും നാഗസാക്കിയും ജപ്പാനിലെ ആറ്റം ബോംബിന് ഇരയായതുപോലെ സോദോം ഗോമോറ എന്ന ദേശങ്ങളെ ദൈവം ആകാശത്ത് നിന്ന് അഗ്നിയും ഗന്ധകവും വർഷിച്ച് കത്തിച്ച് ചാമ്പലാക്കി. മനുഷ്യരെയും മൃഗങ്ങളെയും കന്നുകാലികളെയും സകല ജന്തുക്കളെയും ഒന്നടങ്കം കത്തിച്ച് ചാമ്പലാക്കിയ ഈ സോദോം ഗോമോറ ഇന്നും ആർക്കും ഉയർത്തുവാൻ സാധിച്ചിട്ടില്ല. മനുഷ്യനിർമ്മിതമായ ആറ്റം ബോംബിനാൽ നശിപ്പിക്കപ്പെട്ട ഹിരോഷിമയും നാഗസാക്കിയും ഇന്ന് ജപ്പാനിലെ വലിയ നഗരങ്ങളായി തലയുയർത്തി നിൽക്കുമ്പോൾ, ദൈവം നശിപ്പിച്ച സോദോം ഗോമോറ ഇന്നും ഒരു ചാവുകടലായി ഡെഡ് സീ ആയി കിടക്കുന്നതായിട്ട്, ഒരു ജീവന്റെ തുടിപ്പ് പോലും ഇല്ലാതെ അവശേഷിക്കുന്ന ഒരു അടയാളമായിട്ട് നമ്മുടെ മുമ്പിൽ ഇന്നും ലോകത്തിൽ അവശേഷിക്കുകയാണ്. സഹോദര സഹോദരി, മനുഷ്യൻ എന്തെല്ലാം ബോംബുകൾ, മിസൈലുകൾ, മറ്റ് എന്തെങ്കിലും വിക്ഷേപിച്ച് നശിപ്പിച്ചാലും ശരി, മനുഷ്യൻ അതിനെ പടുത്തുയർത്തുവാൻ സാധിക്കും. എന്നാൽ ദൈവത്താൽ നശിപ്പിക്കപ്പെട്ട ഒരു മനുഷ്യനോ നഗരമോ ആയിക്കൊള്ളട്ടെ, അത് പിന്നീട് ഒരിക്കലും നിവർന്നു നിൽക്കുകയില്ല. അത് ഉയർന്നു വരുവാൻ അവിടെ നിന്ന് ഇടയാക്കുകയുമില്ല. സഹോദര സഹോദരി, ദൈവത്തിൻ്റെ അവസാനത്തെ വിധി വരികയാണ്. നീ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടാക്കി വെച്ചാലും ശരി, മനുഷ്യന്റെ നശീകരണത്തിന് വേണ്ടിയുള്ള ബോംബോ മിസൈലോ മറ്റ് മാരകായുധങ്ങൾ എന്തു തന്നെ നിർമ്മിച്ചു വെച്ചാലും ശരി, അത് താൽക്കാലികമായ ഒരു നാശത്തിനും നാശനഷ്ടങ്ങൾക്കുമൊക്കെ ഇടയാക്കിയേക്കാം. എന്നാൽ ദൈവം കൽപ്പിക്കാത്തത് കൊണ്ട് ആ ദേശങ്ങളൊക്കെ വീണ്ടും ഉയർന്നു വരുവാൻ സാധ്യതയുണ്ട്. ലോകത്തിലെ മനുഷ്യൻ നശിപ്പിച്ച സകല ദേശങ്ങളും ജനതകളും വീണ്ടും ഉയർന്നു വരികയാണ്. എന്നാൽ ദൈവമായ കർത്താവ് നശിപ്പിച്ച ദേശങ്ങളോ ജനതകളോ ഒന്നും പിന്നീട് പുനരുദ്ധരിക്കപ്പെട്ടിട്ടില്ല. AD 70 ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടു. യേശുവിൻ്റെ കാലത്ത് ഈ ജെറുസലേം ദേവാലയം അപ്പസ്തലന്മാർ കാണിച്ചപ്പോൾ വലിയ മഹാസൗധങ്ങളായിരുന്നു. ഭീകരമായ പാറകൾ കൊണ്ട് കെട്ടി ഉയർത്തിയ ഈ ജെറുസലേം ദേവാലയത്തെ കാണിച്ചപ്പോൾ ദൈവമായ കർത്താവ് പറയുകയാണ്, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുമെന്ന്.
അങ്ങനെ യേശുവിൻ്റെ ഐഹിക കാലത്ത് ജീവിതകാലത്ത് പ്രവചിച്ച ആ പ്രവചനം പൂർത്തിയായി AD 70 സഹോദര സഹോദരി ജെറുസലേം ദേവാലയം AD 70 തകർക്കപ്പെട്ടു. ആ തകർക്കപ്പെട്ട ദേവാലയത്തിൻ്റെ ഒരു ഭിത്തി, ഒരു മതിൽ ഇന്നും അവിടെയുണ്ട്. വിലാപമതിൽ എന്നാണ് അറിയപ്പെടുന്നത്. വെയിലിംഗ് വാൾ, വിലാപമതിൽ എന്നറിയപ്പെടുന്നു. യഹൂദർ ഇന്നും ആ പൊളിഞ്ഞു കിടക്കുന്ന മതിൽ തലചായ്ച്ച് നിന്നുകൊണ്ട് കരയാറുണ്ട്. അവരെ നശിപ്പിക്കപ്പെട്ട പ്രതാപത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹം. സഹോദര സഹോദരി, ദൈവവചനത്തിലൂടെ എന്തെങ്കിലും ഒന്ന് നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് പുനരുദ്ധരിക്കുക വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ സഹോദരങ്ങളെ, ദൈവനിശ്ചയമല്ലാതെ നീ എന്തൊക്കെ നശിപ്പിച്ചാലും ശരി, ദൈവം അതിനെ പുനരുദ്ധരിക്കുക തന്നെ ചെയ്യും. സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു വിധി കടന്നു വരാൻ പോവുകയാണ്. സകല മനുഷ്യരുടെയും ദൈവസന്നിധിയിൽ നിന്നുകൊണ്ടുള്ള നന്മ തിന്മകൾ തമ്മിലുള്ള ഒരു വിധി പ്രസ്താവന നടക്കാൻ പോവുകയാണ്. അതിൻ്റെ സമയം വളരെ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യദൈവത്തെ കണ്ട് സത്യദൈവത്തെ തിരിച്ചറിഞ്ഞ് സത്യദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുക. സഹോദര, എളിമയോടും വിനയത്തോടും കൂടെ ദൈവസന്നിധിയിൽ കുമ്പിടുക, സത്യദൈവത്തിന് മുമ്പിൽ കുമ്പിടുക. എനിക്കും നിനക്കും മാത്രമല്ല, ജനതകൾക്കും ദൈവത്തിനുമിടയിൽ വിഗ്രഹമായി പണിതു വച്ചിരിക്കുന്ന കല്ല്, മണ്ണ്, കോൺക്രീറ്റ്, തടി, പ്ലാസ്റ്റർ ഓഫ് പാരിസുകൾ തുടങ്ങിയ വിഗ്രഹങ്ങളെ പൂജിക്കുന്നതിലൂടെ നീ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. ഇപ്രകാരമുള്ള വിഗ്രഹങ്ങളെ പൂജിക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തെ കണ്ടെത്തുക അസാധ്യമാണ്. മനുഷ്യനിർമ്മിതമായ മനുഷ്യഭാവനയിൽ നിർമ്മിച്ച ഏതെങ്കിലും കല്ലോ മണ്ണോ തടിയോ കൊണ്ടുണ്ടാക്കിയ, കണ്ണും കാതും ഉണ്ടെങ്കിലും കാണാനോ കേൾക്കാനോ കഴിവില്ലാത്ത, കൈയും കാലും ഉണ്ടെങ്കിലും നടക്കാനോ പ്രവർത്തിക്കുവാനോ കഴിയില്ലാത്ത, ജീവശ്വാസമില്ലാത്ത, മനുഷ്യരുടെ പ്രാർത്ഥന കേട്ട് അതിന് ഉത്തരം നൽകാൻ കഴിയാത്ത ഈ മൂഖവിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് സത്യദൈവത്തെ അന്വേഷിക്കുക, സത്യദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുക, ആ ദൈവത്തിന് മുമ്പിൽ കുമ്പിടുക. സഹോദര സഹോദരി, നാം ഒരിക്കൽ ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം. അത് ദൈവ നിശ്ചയമാണ്. മരണാനന്തരം ഒരു വിധിയുണ്ട്. നിന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിനക്ക് കടന്നു വരേണ്ടി വരും. അന്ന് മനുഷ്യനിർമ്മിതമായ ബിംബങ്ങളോ ആ വിഗ്രഹങ്ങൾക്കോ ആരെയും രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. കാരണം ദൈവം മനുഷ്യരൂപത്തിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി ഭൂമിയിൽ അവതരിച്ചു. ആ രക്ഷകൻ യേശു ക്രിസ്തുവാണ്. സഹോദര സഹോദരി, അന്തിമ വിധിയിൽ നിന്റെ മുമ്പിൽ കടന്നു വരാൻ പോകുന്ന സുപ്രീം പവർ എന്ന് പറയുന്നത്, സുപ്രീം ജഡ്ജ് യേശു ക്രിസ്തു എന്ന ന്യായാധിപനാണ്. പക്ഷപാതമില്ലാത്ത ന്യായാധിപൻ. ഒരു ജനതയോടോ ഒരു മനുഷ്യനോടോ, ഉന്നതനോ താഴ്ന്നവനോ ആയിക്കൊള്ളട്ടെ, നീ എത്ര സൗന്ദര്യവാനോ ആരോഗ്യവാനോ കോടീശ്വരനോ ആയിക്കൊള്ളട്ടെ, നീ സമൂഹത്തിൽ എത്ര ഉന്നതങ്ങളിലായിരുന്നു കൊള്ളട്ടെ, ദൈവസന്നിധിയിൽ നിനക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുകയില്ല. കാരണം ദൈവത്തെ ആരാധിക്കുന്ന, ദൈവകൽപ്പനകൾ അനുസരിക്കുന്ന, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന സകല മനുഷ്യരെയും ഒന്നുപോലെ സ്നേഹിക്കുന്ന സർവശക്തനായ ദൈവം ഇതാ തൻ്റെ വിധി ദിവസത്തിലേക്ക് നമ്മളെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദര സഹോദരി, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ച് മാമോദീസ സ്വീകരിച്ച് പാപങ്ങളിൽ നിന്ന് മോചനം നേടി സർവശക്തനായ ദൈവത്തിൻ്റെ മകനും മകളുമായി ജീവിക്കുവാനുള്ള ഒരു വലിയ വിളിയാണ് എനിക്കും നിങ്ങൾക്കും ദൈവം ഈ ഭൂമിയിൽ അനുവദിച്ചു തന്നിരിക്കുന്നത്. ആ വിളി സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായി നമുക്ക് മാറുവാൻ ആഗ്രഹിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.